യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ സാന്നിധ്യം ആദ്യമായി കേരളത്തിലേക്ക് എത്താൻ വേദിയായി അർബൻ കോൺക്ലേവ്. UNU ക്രിസും തമ്മിൽ സഹകരണത്തിനുള്ള താൽപര്യപത്രം ഒപ്പുവെച്ചതായി മന്ത്രി MP രാജേഷ് പറഞ്ഞു. കോൺക്ലേവിൽ ഉയർന്ന നിർദ്ദേശങ്ങളും ആശയങ്ങളും ഉൾപ്പെടുത്തി നഗരനയത്തിന്റെ കരട് ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദിവസങ്ങളിലായി നടന്ന കേരള അർബൻ കോൺക്ലേവിൽ മികച്ച പങ്കാളിത്തമാണുണ്ടായത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ 2 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ടുള്ള സഹകരണം കോൺക്ലേവിൽ സാധ്യമാക്കി. കിലയും യുണൈറ്റഡ് നേഷൻ യൂണിവേഴ്സിറ്റിയുടെ UNU ക്രിംസും തമ്മിൽ സഹകരണത്തിനുള്ള താൽപര്യപത്രം ഒപ്പുവെച്ചു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയാലുടൻ ധാരണാപത്രം ഒപ്പുവെച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ബ്രസൽസ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ സ്ഥാപനമായ ക്രിസും തമ്മിൽ സഹകരണത്തിനുള്ള താൽപര്യപത്രം ഒപ്പുവെച്ചു. യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് അതിൻ്റെ സാന്നിധ്യം കേരളത്തിലുണ്ടാവാൻ പോവുകയാണ്. അർബൻ പോളിസിയുടെ ഗ്ലോബൽ ഔട്ട്റീച്ചിനും വേണ്ടി UN ഹാബിറ്റാറ്റുമായിട്ട് താൽപര്യപത്രം ഒപ്പിട്ടു. യുണൈറ്റഡ് നേഷൻസ് UN ഹാബിറ്റാറ്റ്. നഗരനയം നടപ്പാക്കുന്നതിൽ കോൺക്ലേവിൽ 300ഓളം പുതിയ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഉയർന്നു വന്നു. സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവും കാർബൺ ന്യൂട്രലുമായ നഗരങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ആസൂത്രണം നടത്തും. 1 വർഷം കൊണ്ട് കേരളത്തിലെ നഗരങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള പ്രാദേശിക കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നഗരഭരണത്തെ ആധുനികവൽക്കരിക്കാനും നിർദ്ദേശങ്ങളുണ്ട്. നഗരഭരണത്തിൽ ഡാറ്റ അടിസ്ഥാനപ്പെടുത്തി മാറ്റങ്ങൾ കൊണ്ടുവരും. തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഡിജിറ്റലൈസേഷൻ കൂടുതൽ ശക്തിപ്പെടുത്തും. സാമ്പത്തിക വളർച്ചാ ഹബ്ബുകളായി നഗരനയ കമ്മീഷൻ തെരഞ്ഞെടുത്ത 5 നഗരങ്ങളെ വികസിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും മന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.